എനിക്ക് മരിച്ചു പോകാൻ താല്പര്യമില്ല. താല്പര്യമില്ല? മരിക്കണ്ട, അവിടെ ഇരുന്നോ, മരിക്കണ്ട. ബാക്കി എല്ലാവരും മരിക്കാൻ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് മരിച്ചാ. ഗാന്ധിജി, നെഹ്റു ഒക്കെ രാവിലെ മുതൽ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, ഇപ്പം മരിപ്പിക്കണേ, അടുത്ത നിമിഷം ഒന്ന് മരിപ്പിക്കണേ എന്ന്. രാവിലെ ഒരു ചെറുപ്പം മുതൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടപ്പൻ ചേട്ടൻ ഉണ്ടായിരുന്നു. കുട്ടപ്പൻ ചേട്ടൻ്റെ ജീവിതത്തിലെ വലിയൊരു അഭിലാഷമായിരുന്നു ചെറുപ്പം മുതൽ ഒന്ന് മരിച്ചു കിട്ടണേ, ഒന്ന് മരിച്ചു കിട്ടണേ എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. എൻ്റെ പൊന്നു മൈത്രേയ, എന്താ സംഭവം മരിച്ചു കയറ്റിയത്? മരിക്കാതെ നോക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടോ? അമ്പട കൊച്ചു കള്ളാ, അങ്ങനെ ഇപ്പം അങ്ങനെ ജീവിച്ചിരിക്കണ്ട. പൂതി കൊള്ളാമല്ലോ, ജീവിച്ചിരിക്കാൻ വേണ്ടിയുള്ള അടവല്ലേ. മരിക്കുവാൻ എന്താണ് പേടി മൈത്രയോ, മരിക്കുവാൻ എന്താണ് പേടി, മുമ്പും മരിച്ചതല്ലേ ജനകോടി, മരിക്കുവാൻ എന്താണ് പേടി. മൈത്രേന ആള് കൊള്ളാം. മൈത്രേന് ഭയങ്കര ആഗ്രഹമുണ്ട് ജീവിച്ചിരിക്കാൻ ഒരുപാട് കാലം. അനന്തമായി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദൈവത്തെ നിന്ന് വെല്ലുവിളിച്ചിട്ടെങ്കിലും ഒന്നും മരിപ്പിക്കാതിരിക്കാൻ പറ്റുമോ നോക്കുന്നു. മൈത്രേയ, എല്ലാവർക്കും മരിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, വിധി വന്നാൽ നമ്മൾ ഇവിടം വിട്ടു പോകും. വിധിക്കുന്ന ഒരാളുണ്ട് മൈത്രേയ, അതാദ്യം മനസ്സിലാക്കുക. വിധിക്കുന്ന ഒരാളുണ്ട്. ഞാനും മൈത്രേനും കൂടെ ബൈക്കിൽ സഞ്ചരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും മേജർ ആക്സിഡൻറ്റ് നമുക്കുണ്ടായി. നമ്മൾ രണ്ടുപേരെയും ഐസിയിൽ പ്രവേശിച്ചു. എനിക്കാണെങ്കിൽ ചെറിയ പരിക്കും, നിങ്ങൾക്ക് ഗുരുതരമായ പരിക്കും. പക്ഷെ ചെറിയ പരിക്കുള്ള ഞാൻ മരണപ്പെട്ടു, ഗുരുതര പരിക്കുള്ള നിങ്ങൾ എന്ത് ചെയ്തു? അതിജീവിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള മറുപടി എന്താ? നിങ്ങളുടെ ഭാഗ്യം എൻ്റെ ഭാഗ്യക്കേട്. നിങ്ങൾക്ക് ലഭിച്ച ആ ഭാഗ്യം കിട്ടാൻ എന്ത് ചെയ്യും? ആരാണ് ഈ ഭാഗ്യം നൽകുന്നവൻ? ആരാണ് എൻ്റെ ഡേറ്റ് ഇപ്പോൾ തീരുമാനിച്ചവൻ? മൈത്ര, ഇത് ജനിക്കുമ്പോഴും ഇല്ലേ, ഞാൻ 1992 ജനിച്ചത്. അതിന് തൊട്ട് മുമ്പ് ജനിച്ചൂടെ? ആ സെക്കൻഡ്, ആ വിനാഴിക, ആ സമയത്തല്ലാതെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒന്നും ഞാൻ തീരുമാനിക്കുന്നതല്ല. ഇതൊക്കെ കൃത്യമായി തീരുമാനിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് മൈത്രേയ, 100%. ഇപ്പം നോക്കൂ, മരണം ഇല്ലായിരുന്നുള്ള അവസ്ഥയെന്ന് മൈത്രേനെ ആലോചിച്ച് നോക്കിയേ. മൈത്രേനെ പോലുള്ള ആളുകൾ കഞ്ചാവ് ലീഗലാക്കണം, കഞ്ചാവ് വലിക്കണം എന്നൊക്കെ തരത്തിലുള്ള പച്ചക്കൊടിയൊക്കെ നിങ്ങൾ കാണിക്കുന്നു. മറു സൈഡിലും നിങ്ങളിതൊക്കെ വലിച്ച് ഈ ജീവിതത്തിൽ പൂന്ത് വിളയാടുമ്പോൾ മറു സൈഡിൽ ആരാ ഉള്ളതെന്നറിയാമോ മൈത്രേൻ? ജീവിതത്തിൽ ഇന്ന് വരെ ഭൂമിയുടെ ഭർണാഭങ്ങളായ കാഴ്ചകൾ കാണാത്ത മനുഷ്യർ, ഈ ഭൂമിയിൽ ഒരു സ്വരമാധുര്യങ്ങളും ശ്രവണപുടങ്ങളെ കൊണ്ട് കേൾക്കാത്ത മനുഷ്യർ, കുഷ്ഠരോഗികൾ, ക്യാൻസർ രോഗികൾ, ഭൂമിയിൽ നെഞ്ചുവെച്ച് എഴയുന്ന മനുഷ്യർ, കയ്യും കാലും ഇല്ലാത്ത മനുഷ്യർ, 4 ചുവരുകൾക്കുള്ളിൽ അതിനപ്പുറത്തേക്ക് ലോകം കാണാത്ത മനുഷ്യർ. ഈ മനുഷ്യരൊക്കെ മരണം എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു എങ്കിൽ അനന്തമായി ഈ ഭൂമിയിൽ അവരങ്ങനെ തുടരണം. ഇപ്പുറത്തെ സൈഡിലോ ആരോഗ്യവാന്മാരായി കുടിച്ചും കൂത്താടിയും നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ഭൂമിയിൽ പൂന്ത് വിളയാടുന്നു. ഇത് നീതിയാണോ? അല്ല. അപ്പോൾ ഇതിനെന്ത് വേണം? ഒരു പര്യവസാനം വേണം. വിശുദ്ധമായ ഖുർആൻ ജീവിതത്തെ കൃത്യമായി നിർണ്ണയിച്ചിട്ടുണ്ട്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണവും അനന്തര ജീവിതവും നിങ്ങൾക്കൊക്കെ തന്നിരിക്കുന്നത് അറിയാമോ? ഈ ഭൂമിയിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ആര് സുഹൃതങ്ങൾ ചെയ്യുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതൊരു പരീക്ഷാ ഹാളാണ്. ഇവിടെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്ന ആളുകൾ, അതായത് ഏറ്റവും നന്നായിട്ട് സുഹൃതം ചെയ്യുന്ന ആളുകൾ വിജയിക്കും, അല്ലാത്ത ആളുകൾക്ക് പരാജയപ്പെടും. ഈ ഭൂമി ഒരു പരീക്ഷാ ഹാളാണെന്ന് വിശുദ്ധമായി ഖുർആൻ പ്രസ്താവിക്കുന്നു. നിങ്ങൾ അതിലേക്ക് ആഴത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉദാത്തമായ ഉത്തരവ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. കൊല്ലുന്നവൻ കൊന്നുകൊണ്ടേയിരിക്കും, കൊല്ലപ്പെടുന്നവൻ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിനൊക്കെ ഒരു അറുതി വേണ്ടേ? ഈ കൊല്ലപ്പെട്ടവൻ അവൻ്റെ കഴിവ് കേടും കൊന്നവൻ അവൻ്റെ കഴിവ് വേണോ? എങ്കിൽ കൊല്ലപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണമായിരുന്നു? പലതും ലഭിക്കുന്ന, പല നേട്ടങ്ങളിലും പല സന്തോഷങ്ങളിലും അർമാദിക്കുന്ന മനുഷ്യൻ. നോക്കൂ, വയനാട് ഒരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ നമ്മളൊന്നും പെടാതിരുന്നത് നമ്മുടെ കഴിവും ദുരന്തത്തിൽ അവർ പെട്ടവർ കഴിവുകേട് വേണം? അല്ല. ഇതെല്ലാം തീരുമാനിക്കുന്ന യജമാനനായ ഒരു സൃഷ്ടാവ് ഇവിടെ ഉണ്ട്. അവൻ്റെ വിധി ഇവിടെ നടപ്പാക്കും. അവൻ അങ്ങനെ അപകടം വരുത്തി കൊന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും അതെല്ലാം അവൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അധികാരമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ബീജത്തിൽ നിന്ന് നിങ്ങൾ തന്നെ ഉയർത്തെഴുന്നേറ്റ് വന്നവരാകണം. അല്ല, കേവലം തെറിക്കുന്ന ഒരു തുള്ളിയിൽ നിന്ന് നിങ്ങളാകുന്ന മനുഷ്യരിലേക്ക് നിങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നിങ്ങളെ അങ്ങനെ രൂപപ്പെടുത്തിയ ഒരാളുണ്ട് എങ്കിൽ അവൻ തീരുമാനിക്കും. നീ അവനെതിരെ തെറിയും ധിക്കാരവും പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. പക്ഷേ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ തെറിയും ധിക്കാരവും ഇന്നോ ഇന്നലെ തുടങ്ങില്ല, മനുഷ്യൻ്റെ ആവിർഭാവ കാലം മുതലുണ്ട്. പറഞ്ഞവർ ഈ ഭൂമിയിൽ അസ്തമിക്കും. പക്ഷേ ആരെയാണോ നിങ്ങൾ പറഞ്ഞത്, ആ പ്രപഞ്ചനാഥൻ ഇവിടെ ശേഷിക്കുക തന്നെ ചെയ്യും. അവൻ്റെ സൃഷ്ടിവൈഭവങ്ങൾ ഈ ഭൂമിയിൽ കണ്ട് മനസ്സിലാക്കിയ യഥാർത്ഥ വിശ്വാസികൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ ഭാഗ്യം.